അമേരിക്കയിലെ കെനാസ് സിറ്റി സ്റ്റാർ ന്യൂസ് പേപ്പറിന്റെ ഓഫീസാണ്. അവിടെ പുതുതായിട്ട് നിയമിച്ച കാർട്ടൂണിസ്റ്റിനെ പത്രാധിപർ മുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് മാനേജ്മെന്റിന് അത്ര നല്ല അഭിപ്രായമല്ല, നിങ്ങൾക്ക് ഭാവനയോ ആശയമോ ഒന്നുമില്ലെന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. കാർട്ടൂണുകൾ ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്നതാകണം, അത്തരം ഗുണങ്ങളൊന്നും നിങ്ങളിലില്ല എന്ന് പറഞ്ഞു. ജോലിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള കത്തും വാങ്ങി ദുഃഖത്തോടെ ആ ചെറുപ്പക്കാരൻ ആ ഓഫീസിന്റെ പടിയിറങ്ങി. ചിക്കാഗോയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതാണ് ആ ചെറുപ്പക്കാരൻ. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത സാഹചര്യത്തിൽ പഠനവും ഉപേക്ഷിച്ചു. പക്ഷേ ചിത്രം വരെയായിരുന്നു ജീവിതം മുഴുവൻ. മുടിവെട്ടാൻ കാശില്ലാത്തപ്പോൾ പ്രതിഫലമായി പുതിയ ഹെയർ സ്റ്റൈലുകൾ ബാർബർക്ക് വരച്ചു നൽകി. ട്രെയിനുകളിൽ ചായയും ലഘുഭക്ഷണവും ഒക്കെ വിറ്റു. റെഡ് ക്രോസിന്റെ ആംബുലൻസിൽ ഡ്രൈവറായി. പിന്നീടാണ് കാർട്ടൂണിസ്റ്റായി ന്യൂസ് പേപ്പറിൽ ജോലി കയറുന്നത്. ആ ജോലിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. പിന്നീട് ഒരു 9 വർഷം ആ ചെറുപ്പക്കാരൻ ലോകമറിഞ്ഞു. അയാൾ സൃഷ്ടിച്ച ഒരു കഥാപാത്രം കാർട്ടൂൺ ചരിത്രം തന്നെ മാറ്റി വരയ്ക്കുകയും ചെയ്തു. അതായിരുന്നു നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട മിക്കി മൗസ്. ഈ കഥയിലെ നായകനാണ് മിക്കി മൗസ് അടക്കമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ വാൾട്ട് ഏലിയാസ് ഡിസ്നി എന്ന വാൾട്ട് ഡിസ്നി. അന്ന് ഭാവനയും ആശയവും ഇല്ലെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ട വാൾട്ട് ഡിസ്നിയാണ് പിന്നീട് ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, സംരംഭകൻ തുടങ്ങി 26 ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കിയത്. വാൾട്ട് ഡിസ്നി തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ മുന്നോട്ട് പോകുന്നു, പുതിയ വാതിലുകൾ കണ്ടെത്തുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നമുക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ട്. അത് നമ്മളെ പുതിയ പാതയിലേക്ക് നയിക്കും. നിനക്ക് കഴിവില്ല, നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ലോകം അറിയുന്ന പ്രതിഭയായി മാറിയ വാൾട്ട് ഡിസ്നിയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രചോദനമാണല്ലേ. ചെറിയ പരാജയങ്ങളിലോ റിജക്ഷനിലോ ഇല്ലാതാകുന്നതല്ല നമ്മുടെയൊക്കെ ആത്മവിശ്വാസവും നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങളും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചെറിയ പരാജയങ്ങളോ നിരാശയോ ഒന്നുമല്ല നമുക്ക് നേടിയെടുക്കാനുള്ള വിജയമാകണം നമ്മുടെയൊക്കെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളൊന്ന് വീണ് പോകുമ്പോഴത്തേനും നമ്മളെ കളിയാക്കാൻ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒത്തിരി മനുഷ്യന്മാരുണ്ടാകും. അതിന് ചെറിയൊരു ഉദാഹരണമായി, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 3 പേരുമായിട്ട് നടന്നു പോകുന്ന സമയത്ത് നമ്മളൊന്ന് കാല് തന്നെ വീണാൽ ആദ്യം ഇവർ ചിരിക്കുമായിരിക്കും ചെയ്യുക, പിന്നീടാകും വന്ന് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ്, നമുക്കൊരു ചെറിയൊരു അബദ്ധമൊക്കെ പറ്റുമ്പോൾ, ഒരു ചെറിയ വീഴ്ചയൊക്കെ വരുമ്പോൾ എല്ലാവരും നോക്കി ചിരിക്കാൻ കാണും. പക്ഷേ പരമപ്രധാനം എന്താ, നമ്മുടെ ലക്ഷ്യം എന്താ? ആ ചിരികളിൽ നമ്മളൊന്ന് കുഴഞ്ഞു പോകാതെ ആ വിജയത്തിലേക്ക് നടക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ അതിനായി പരിശ്രമിക്കാം. ഇന്നലെ വരെയുള്ള ദിവസം മാറ്റിവെച്ച് ഇന്ന് മുതൽ നമുക്ക് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കാം.